കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് സാമ്പാർ സാദം ഉണ്ടാക്കാം. ബിസിബില്ലാബാത്ത്. അതിനുവേണ്ടി 3 കപ്പ് അരി, 1.5 കപ്പ് തൂരംപരിപ്പ് നന്നായി കഴുകി കുക്കറിലേക്ക് 12 കപ്പ് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചു വരുമ്പോൾ വെജിറ്റബിൾസ് ആയ നൂൽക്കോല്, ബീൻസ്, ക്യാരറ്റ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, 2 സവാള, 2 തക്കാളി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുക്കർ അടച്ചു വെച്ച് 2 വിസിലടിക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാനായിട്ട് 2 മുരിങ്ങക്കായും ബീൻസും നന്നായി വേവിക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേവിക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഓയിലിൽ 10 ക്ലാവ്, 2 പീസ് പട്ട, ഒരു 15 പെപ്പർ, 15 ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില നന്നായി മുരിഞ്ഞതിന് ശേഷം 3 ടേബിൾ സ്പൂണോളം ജീരകം, 6 ടേബിൾ സ്പൂണോളം മല്ലി, 3 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ്, 1.5 ടേബിൾ സ്പൂണോളം ഉഴുന്നും പരിപ്പും കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കുക. ഇപ്പൊ ജീരകത്തിന്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. അത് വറുത്ത് മാറ്റി വെക്കുക. ഇനി പരിപ്പും മല്ലിയും കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും കൂടി നന്നായി വറുത്ത് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി അരച്ചെടുക്കുക. അരയ്ക്കണത് നമ്മൾ പുളിവെള്ളത്തിലാണ് അരയ്ക്കണത്. അതെന്റെ വീഡിയോയിൽ മിസ്സായിട്ടുണ്ട്. പുളിവെള്ളത്തിൽ അരച്ചെടുക്കുക. ഈ സമയം നമ്മൾ നെയ്യിൽ നാളികേരം വറുക്കാൻ വെക്കുക. നമ്മുടെ ചോറൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഒരു വലിയൊരു പാത്രത്തിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും ചോറും നമ്മൾ നേരത്തെ പുളിവെള്ളത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ സ്ലൈസും ക്യാപ്സിക്കം വറുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും കൂടി ചേർത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ കടുക് ഇട്ട് താളിക്കണം. കടുക്, കറിവേപ്പില, കായത്തിൻ്റെ പൊടി ഇതും കൂടി എടുത്ത് താളിച്ചത് നമ്മൾ അതിലോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ സാദം ബിസിബില്ലാബാത്ത് റെഡി. ഇത് സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നമ്മൾ ചോറിൻ്റെ കൂടെ കായ്കളൊക്കെ ഇട്ട് വേവിച്ച് ഒന്ന് മസാലകൾ റെഡിയാക്കിയാൽ മതി. ഇതിൻ്റെ കൂടെ ഒരു പപ്പടും, വേറെ കറികളൊന്നും വേണ്ട, പപ്പടും പച്ചമാങ്ങ അരിഞ്ഞത് ഉപ്പ് ചേർത്തതും കൂടി ചേർത്താൽ നമ്മുടെ സാമ്പാർ സാദത്തിനുള്ള സൈഡ് ഡിഷും റെഡി. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാൻ ഇനിയും വരാട്ടെ. ബൈ ബൈ ഫ്രണ്ട്സ്.